ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ഡക്കറിയാണ് ഉണ്ടാക്കുന്നത്. കുട്ടനാടൻ സ്റ്റൈലുള്ള ഡക്കറി. അപ്പോൾ അത് നമുക്ക് കണ്ടു നോക്കാം. ആദ്യം നമുക്കൊരു പാൻ ഹീറ്റ് ചെയ്യാം. അതിനകത്തേക്ക് നല്ല വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ 2 ടേബിൾ സ്പൂൺ ഒഴിക്കാം. ഡക്ക് കുക്ക് ചെയ്യുമ്പം ആക്ച്വലി എണ്ണ കുറച്ച് ഉപയോഗിച്ചാൽ മതി, കാരണം ഡക്കിൽ നിന്ന് കണ്ടമാനം ഫാറ്റ് വരും. അപ്പം അതുകൊണ്ട് വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ചാൽ മതി. ഇതിനകത്തേക്ക് സ്പൈസസ് ഞാനിവിടെ ഇടുന്നത് ബേ ലീഫ്, ഒരു ചെറിയ ബേ ലീഫ്, ഒരു ചെറിയ കഷ്ണം സിനമൺ, 2 ഏലക്ക, ഒരു 3 ഗ്രാമ്പു, 1 ടീസ്പൂൺ പെപ്പർകോൺസ്, പെപ്പർ, ഹോൾ പെപ്പർ. സ്പൈസസ് നന്നായിട്ടൊന്ന് പൊട്ടി തുടങ്ങുമ്പം നമുക്ക് അതിനകത്തേക്ക് അണിയൻസ്, ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഒരു 2 വലിയ സവാള എടുത്തേക്കുന്നത്, അത് ഇതിനകത്തേക്ക് ഇടാം, സ്ലൈസ് ചെയ്തത്. നന്നായിട്ട് സോട്ട് ചെയ്യുക. എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ അണിയൻസ് ഇടുമ്പം ഒരു പിഞ്ച് ഓഫ് സോൾട്ട്. അണിയൻസ് ഒന്ന് സോഫ്റ്റായി ഇതിനകത്തേക്ക് ചുമന്നുള്ളി ഞാൻ 2ആയിട്ട് കീറിയിട്ടേ ഉള്ളൂ. ഒരു 10 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്, അത് 2ആയിട്ട് കീറി അതും ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ പച്ചമുളക്, ഒരു 3 പച്ചമുളക് ഒന്ന് കീറി എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ തന്നെ വെളുത്തുള്ളി, ഏകദേശം 12 വെളുത്തുള്ളി ഉണ്ട്, അത് ചോപ്പ് ചെയ്തത്. ഇതുമായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതെല്ലാം നന്നായിട്ട് സോഫ്റ്റായി, അണിയൻസും പച്ചമുളകും ഈ മിക്സറെല്ലാം നന്നായിട്ട് സോഫ്റ്റായി. ഈ സമയത്ത് നമുക്ക് മസാലകളിടാം. മസാലകളായിട്ട് നമുക്കിവിടെ എടുത്തേക്കുന്നത് 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്ര സാധനങ്ങളാണ്. മുളക് പൊടി നമ്മൾ ചേർക്കത്തില്ല ഈ കറിക്ക്. ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. 1.5 ടേബിൾ സ്പൂൺ ഇച്ചിരി ഹീറ്റ് ചെയ്താണ് മല്ലിപ്പൊടി എടുക്കുന്നത്, ബാക്കി ലെവൽ മെഷർമെൻറ്റ്. ഇതിനകത്തേക്ക് ഡക്ക് ആഡ് ചെയ്യാം. ഡക്ക് നമ്മൾ എടുത്തേക്കുന്നത് മഞ്ഞളും ഇച്ചിരി വിനീഗറും പുരട്ടി കുറച്ച് നേരം ഒന്ന് വെക്കും. ഇതിൻ്റെ ഒരു മണം, ഒരു മുഷ്ക് സ്മെല്ലുണ്ടല്ലോ, അത് പോകാനായിട്ട് കുറച്ച് നേരം നമ്മൾ മഞ്ഞളും വിനീഗറും പുരട്ടി വെക്കും. എന്നിട്ട് നന്നായിട്ട് കഴുകി എടുത്തേക്കുന്നതാണ് ഡക്ക്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഒരു ഡക്കാണ്. ഏകദേശം ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ 800 ഗ്രാംസ് ആണ് ഇപ്പോൾ ഉള്ളത്. ഇത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് നേരം ഇതൊരു 5 മിനിറ്റ് ഫ്ലെയിമിൽ കിടന്ന് സോട്ടേ ചെയ്യണം. എപ്പോഴും നമ്മൾ ഡക്ക് ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് പെപ്പർ ഇടും. ഞാൻ ഇവിടെ ഒരു 1 ടീസ്പൂൺ പെപ്പർ ഇപ്പോൾ ചേർക്കുക. കുറച്ചുകൂടെ വേണം, അത് ടുവേർഡ്സ് ദി എൻഡ് ചേർക്കും. ആവശ്യത്തിന് ഉപ്പിടുക. അഞ്ച് മിനിറ്റ് സോട്ടേ ചെയ്ത ശേഷം ഇതിനകത്തേക്ക് 2ാം പാൽ ഒഴിക്കാം. 2 കപ്പ് 2ാം പാൽ.
എപ്പോഴും ടേസ്റ്റ് വൈസ് നല്ലത് ചെറിയ ഫ്ലെയിമിൽ കിടന്ന് പതുക്കെ കിടന്ന് കുക്ക് ചെയ്യുന്ന എപ്പോഴും രുചിക്ക് നല്ലത്. ഞാനിന്ന് പ്രഷർ കുക്ക് ചെയ്താണ് ഉണ്ടാക്കുന്നത്. നാടൻ ഡക്കൊക്കെ ആണെങ്കിൽ ഒത്തിരി സമയം എടുക്കും വേവാനായിട്ട്. ബ്രോയിലർ ആണെങ്കിൽ പെട്ടെന്ന് കുക്കാവും. ഇത് പ്രഷർ കുക്കറിൽ വെച്ച് നന്നായിട്ട് കുക്ക്ഡ് ആവുന്ന വരെ ഇത് വേവിച്ചെടുക്കുക. ഓക്കെ, ഇപ്പം 4-5 വിസിൽ കഴിഞ്ഞു. അപ്പോൾ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ അത് ഗ്രേവിയൊക്കെ അത്യാവശ്യം പറ്റിയിട്ടുണ്ട്. ഡക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്കിനി ചേർക്കാനുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഞാനിവിടെ ഗരം മസാല വളരെ കുറച്ച്, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇതിനകത്തേക്ക് ചേർക്കും. നമ്മൾ ഹോൾ സ്പൈസസ് ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം ലാസ്റ്റ് കുറച്ച് ഗരം മസാല, പിന്നെ പെപ്പർ പൗഡർ ഒരു 1 ടീസ്പൂണും കൂടെ ലാസ്റ്റ് ചേർക്കാം. അത് എരിവനുസരിച്ച്. എപ്പോഴും ഡക്കിന് പെപ്പർ നന്നായിട്ടുള്ളതാണ് എപ്പോഴും ടേസ്റ്റ് വൈസ് നല്ലത്. ഇനി ഇതിനകത്തേക്ക് 1/4 പാലൂടെ ചേർക്കാനായിട്ടുണ്ട്. 1/4 പാല് ഒരു 1/2 കപ്പാണ് എടുത്ത് വെച്ചേക്കുന്നത്. തീ കുറച്ച് വെച്ച ശേഷം 1/4 പാല് ഒഴിക്കാം. തിളയ്ക്കാതെ നോക്കുക. 1/4 പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ തിളയ്ക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കറിവേപ്പില ലാസ്റ്റ് ഇടാം, എന്നിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഈ കുട്ടനാട് സ്റ്റൈലിലുള്ള ഈ കറി നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. വെള്ളയപ്പം പാലപ്പത്തിനോടൊക്കെ നല്ല കോമ്പിനേഷനാണ്. ട്രൈ ഔട്ട് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. വീണ്ടും നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.